ഇന്ന് മുതൽ നമ്മൾ ഫിഷിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ്. കഴിഞ്ഞ ദിവസം നമുക്കൊരാൾ ഡെഡായിപ്പോയി. ഒരു സങ്കടം അത് വിഷമം ഉണ്ടായ ഒരു കാര്യമാണത്. ഇവരെ രണ്ടുപേരെ എടുക്കണമെന്ന് കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. ഇനി ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. നമുക്ക് നോക്കി നോക്കാൻ രക്ഷപ്പെടില്ലെന്ന് നമ്മളെ ഫൈനലായിട്ടുള്ള ആളെ ഞാൻ. അപ്പോൾ അതെ നമ്മൾ രാത്രി സമയം നമ്മൾ കിളിക്കൂൻ്റെ അകത്തോട്ട് കയറിയൊക്കെയാണ്. വലിയ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നേക്കണം കേട്ടോ. എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി രണ്ടുപേർക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. നല്ല ഉറുമ്പ് കടിയുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ബാഗും തൂക്കി നമ്മളെ കിളിക്കൂൻ്റെ അകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കിളിക്കൂട് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. രണ്ടുപേർക്കും ഓക്കെയാണോ? പിന്നെ സന്തോഷം. രണ്ടുപേർക്കും ഓക്കെയാണോ ഞാൻ പോകാൻ? പറഞ്ഞു വിടടേ, നിങ്ങളൊക്കെ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി പോവേണേ കേട്ടോ. എടാ നിങ്ങളില്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണും എൻ്റെ കൂടെ അല്ലേ. ഇത് ഇറക്കിക്കേ, നിതിങ്ങ് വന്നേ. അടിപൊളി ഒരു പർച്ചേസ് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അവിടെ വെച്ചോ. ഓക്കെ, മറിഞ്ഞു പോവും. ഒരു കൈ വേണേ, അതിൽ മറിഞ്ഞ് താഴോട്ട് വീഴും. സംഗതി എന്താ ബാഗിലെന്ന് വെച്ചാൽ ഞാൻ പോയതെന്ന് ബൈക്കിലായിരുന്നു. തലകടുത്തോട്ടൊക്കെ പോകുന്നു. കാർ എടുത്തുകൊണ്ട് പോയില്ല, കാരണം സ്കൂൾ ടൈം ആയതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോയില്ല. എടി പക്കി എന്ന് പറഞ്ഞാൽ അതിനെ അടിക്കല്ലേ, എൻ്റെ ഫിഞ്ചസ് ആണ്. അതായത് നിധിയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഫിഞ്ച്, രണ്ട് ഫിഞ്ച് ഇങ്ങനെ കറങ്ങിപ്പോയേ. പോയപ്പോൾ ബട്ടർഫ്ലൈയെ പോലെ ഈ പിടിക്കുകയാണ് കൈ വെച്ച്. അതിനൊന്നും പിടിക്കല്ലടി. ആക്ച്വലി ഞാൻ ഇന്ന് പോയത് എന്തിനെന്ന് വെച്ചാൽ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലോഡ് മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ഫിഷിന് ഒട്ടും വയ്യ, കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മെഡിസിൻ എടുക്കാൻ വേണ്ടി പോയതാണ്. മെഡിസിനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകണമായിരുന്നു. സാധനം എൻ്റെ തിരിപ്പുണ്ട്. 1, 2, 3, 4 ഐറ്റംസ് ഉണ്ട്. അതെന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഭയങ്കര ബഹളമാണ്. രാത്രി സമയത്ത് കിളിക്കൂട്ടി കയറിയിട്ട് ബൈക്കിൽ പോയിട്ട് പോലും ഞാൻ എത്തിയപ്പോൾ അതെ 6:45 കേട്ടോ. അത്രയ്ക്കും ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കായിരുന്നു. കാറിൽ പോയിരുന്നെങ്കിൽ ഞാൻ രാത്രി 10 മണിയാകുമ്പോൾ ഇവിടെ എത്തുള്ളൂ. കാരണം മരം മുറിക്കുകയൊക്കെ ചെയ്യുവാണ് റോഡിൽ. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ എന്തായാലും അതെ രണ്ടുപേരും അവിടെ പോയി നിൽപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിക്കാം. അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ട് വാ നമ്മളിന്ന് എന്താ കൊണ്ടുവന്നതെന്ന്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയ ആളെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതാണ് ഈ ബാൻഡായിട്ട്. പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഓൾറെഡി നമ്മളെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിധി തുറക്കണ്ട. ഓൾറെഡി നമ്മളെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടി നിങ്ങൾ നമ്മളെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെഡിസിൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണണ്ടേ നമ്മളെ ഫിഷിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അത് ഏത് ഫിഷാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, നമ്മൾ ഷോപ്പിലോട്ട് എത്തി. ആദ്യം വന്ന ഉടനെ ഞാൻ നോക്കിയത് ഇവനെയാണ് കേട്ടോ. അടിപൊളി. അവൻ്റെ ഫേസൊക്കെ നോക്കിയേ. ഈ സൈഡല്ല കേട്ടോ, അപ്പുറ സൈഡ്. ഓ, അങ്ങനെ സൂപ്പറായിട്ട് റിക്കവർ ആയി കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ സൈസും വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യത്തെ ട്രീറ്റ്മെന്റ് കൂടെ കഴിയുമ്പോൾ അവൻ അങ്ങനെ ഒരു മുറിവ് ഉണ്ടായിരുന്നു പോലും അറിയാൻ പറ്റൂല അല്ലേ. ഇവിടെ പോയ പല്ലൊക്കെ വരാൻ താമസിക്കും. അപ്പോൾ പല്ലൊക്കെ പോയോ അവൻ്റെ? ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞ ഒരാളാണത് ഇവരെ രണ്ടുപേരെ എടുക്കണമെന്ന്. ആക്ച്വലി ഇവരെ എടുക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുഞ്ഞ് ഫിഷസിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതുമല്ലാണ്ട് വെയിൽ ടെയിൽസിനെയാണ് കേട്ടോ ടാർഗറ്റ് ചെയ്യുന്നത്. ആ ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ എടുക്കുന്നുണ്ട്. ആ സിമെൻറ്റ് ടാങ്കിൽ കിടപ്പുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഫിഷസിന് ഒരാൾക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലുപ്പ്, മെഡിസിൻസ് അങ്ങനെയെല്ലാം മേടിക്കാൻ വേണ്ടി വരാം. മെഡിസിനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മെഡിസിൻ കൂടി ഇവിടുന്ന് മേടിക്കാറുണ്ട്. അതൊക്കെ കൂടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് റെഫോർട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ മുകളിൽ കിടക്കുന്ന ഇവർ നമ്മൾ ഗൗയാസ് അല്ലേ, ജവിൻ്റെ വരുമല്ലേ? ഓക്കെ, നമ്മുടെ ജയിൻ്റ് വരാമി മോളിൽ കിടപ്പുണ്ട്. പിന്നെ ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് നമുക്ക് ഈ ഒരാളെ ഡെഡായി പോയായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു വലിയ സൈസ്, ഇതേപോലെ ഒരു വലിയ സൈസ് നമുക്ക് ഡെഡായി പോയായിരുന്നു. പിന്നെ അതെ നമ്മളെ അന്നെടുത്ത ആളുടെ ഒരു കുഞ്ഞാളവിടെ കിടപ്പുണ്ട്. ഓസ്കാറിൻ്റെ ആ ഒരു സൈസ് നോക്കിക്കേ, നൈസ് സൈസായിട്ടില്ലേ. ഒന്നല്ല 2 പേര് കേട്ടോ. അതേ വരുന്നു പിള്ളേർ. നമ്മൾ മോശം ടാങ്കിലോട്ട് എടുക്കാമായിരുന്നു. പക്ഷേ എന്തിനാൾ ഭയങ്കര കുഞ്ഞായിപ്പോയി. കാർത്തൂൺ എടുത്ത് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവർ വേണമെങ്കിൽ അവരെ കഴിക്കും. ആ സൈസുണ്ട്, ഒരു മിഡിൽ സൈസായിപ്പോയി. ഫീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഫീഡ് കണ്ടില്ലേ? ഓക്കെ എടുത്തു. ഓ അടിപൊളി. ഇവിടെ ഒരാൾ കിടക്കുന്ന നോക്കിയാൽ നല്ല കൂളായിട്ട് നമ്മളെ ഗാറ്. കുഞ്ഞിനെയൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ. പക്ഷെ വലുതായതിനു ശേഷം അവന്മാരെ മേയ്ക്കാൻ കുറച്ച് പാട് തന്നെയാണ്. നമ്മളെ മോർഫ് നല്ല രീതിയിൽ വരുന്ന കൂട്ടത്തിൽ നമ്മൾ കൈയൊക്കെ വിട്ടെടുത്തെങ്കിൽ വന്നോളൂ. അതടിപൊളി. ഓക്കെ. പക്ഷേ ഇത് നമുക്ക് ടാങ്കിലോട്ട് ഇടാൻ പറ്റത്തില്ല അല്ലേ? നമ്മളെ ടാങ്കിലോട്ട് പറ്റത്തില്ല. ഒരുപാട് റീസൺ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇവരുടെ സ്കൂളിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്ക് ആളെ എടുത്താലോ?
അപ്പോൾ അതെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവരെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പണ്ട് തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതേപോലുള്ള കുറച്ച് വെയിൽ ഷീൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നൈസാണ് കേട്ടോ. ഇവർ 2-3 പേര് നമ്മളതിലുണ്ട്, പക്ഷെ കുറച്ച് പേരൊക്കെ ഡെഡായിപ്പോയി. പ്യൂർ ഓറഞ്ച് അല്ലേ ബ്രോ അത്? ഓക്കെ അല്ലേ? ഓ ഇത് നൈസായിട്ടാ. അവന് ടെയിൽ ഇച്ചിരി വലുതാണോ? കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്കൊരു 2 വരും. അതായത് ഈ ഓറഞ്ച് വെച്ചൊരു 2 ഈ നോർമൽ 2 മതി. ഓ അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മളെ ഏഞ്ചൽസ് ആണ് കേട്ടോ. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത് എൻ്റെ കൈ വെച്ച് കൊടുത്താൽ എൻ്റെ കൈയിൻ്റെ ആ ഒരു സൈസ് വരും. ഒരു സൂപ്പർ സൈസ് കേട്ടോ. ഒരു 2 ഓ അതെടുക്കാം. ഓക്കെ ഓക്കെ ഇതിനെടുക്കാൻ പോകും. ഈ ടിൻ ഫോയിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത വെറൈറ്റി അവൻ വലുതാവും. വലുതാവുമല്ലോ. ഇനിയിപ്പോൾ അതെ ഹ്യൂമൻ 2 എടുക്കാം. ഓക്കെ. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പറയുന്നുണ്ട് ഷോപ്പ് ഇട്ടേക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ പാക്ക് ചെയ്യാൻ നമുക്കതൊരു തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്ത് സംഭവിക്കും. നമുക്ക് ചില സമയത്ത് നമ്മൾ അത്രയും പെട്ടെന്ന് നമ്മൾ എത്തുമെന്ന് വിചാരിച്ചു, നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ്. ഞാനത് നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മൈൻഡ് ഒരേപോലെ ഒരേ സമയം നിൽക്കില്ലല്ലോ. എല്ലാം നമ്മൾ ഒരേ കണക്കിന് പാക്ക് ചെയ്ത് വലിയ സൈസിൽ തന്നെയാണ് എടുക്കുന്നത്. ചില സമയത്ത് പോയി. അത് എപ്പോഴും അത് നമ്മളിൽ എപ്പോഴും വരുന്ന ഒരു വെറൈറ്റി അല്ല. എപ്പോഴും നമ്മളതിൽ വരുന്ന സാധനമല്ല, അത്യാവശ്യം റെയറായിട്ട് മാത്രം വരുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു ചാനലിൽ എല്ലാവർക്കും ഒരേപോലെ ഒരു സങ്കടം, അത് വിഷമം ഉണ്ടായ ഒരു കാര്യമാണത്. ഞാനത് കണ്ടു, പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ തിരക്ക് കാരണം ഞാൻ ഇത് നിൽക്കുന്നില്ല. അതിൽ ഞാൻ കവർ പിടിക്കാം. ഓക്കെ. അപ്പോൾ അതെ നിങ്ങളെല്ലാവരും സങ്കടം പറഞ്ഞുകൊണ്ട് ഒരാളെയും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണ്. നമ്മുടെ കോഴിയെ എടുക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ടിൻ ഫോയിഡും കൂടിയായി. അപ്പം സങ്കടം മാറിയല്ലോ, നിങ്ങളെയും സങ്കടം മാറിയല്ലോ. അതിന് പകരം ആവില്ല, പക്ഷെ എന്നാലും നമുക്കൊരു സങ്കടം മതി. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് കിടന്ന് ഓടുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീട്ടിൽ പോയി ആളെ വിടുന്ന സമയത്ത് കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ആൾ അവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്തായാലും ഇതൊന്ന് പർച്ചേസ് ചെയ്യാം. സാധനങ്ങൾ എടുക്കട്ടെ, എടുത്തതിന് ശേഷം കാണാം. ഓക്കെ. യെസ്. അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടെത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. സമയം വന്നിരുത് 6:40. 2 പേരെയും കൊണ്ട് നമ്മൾ കിളിക്കൊണ്ടകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തുറന്നു നോക്കുക എന്താണെന്ന് മനസ്സിലായോ? കല്ലുപ്പ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. പാചകം ചെയ്യാൻ ഉപ്പല്ലടാ, അയോഡിൻ ഇല്ലാത്ത ഉപ്പാണ്. നിധി അടുത്ത ആൾ എടുക്കുന്നുണ്ട്. ഫീഡ്. അടുത്തത് ഇത് നിങ്ങളൊന്നും വിചാരിക്കരുത്, വേറെ ഫിഷസ് ഒന്നും അവിടെ ഇല്ല, അതുകൊണ്ട് ഫീഡ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കരുത്. തരൂലേ? എടി അവർ പട്ടിണിയാണ്, അവിടെ ഫുഡില്ല, ഒരു സ്ഥലത്തും ഫുഡില്ല. യെസ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് സങ്കടം പറഞ്ഞില്ലേ. കഴിഞ്ഞ ദിവസം നമുക്കൊരാൾ ഡെഡായിപ്പോയി കൊണ്ടുവന്നപ്പോൾ. ആരായിരുന്നു പേര് പറ? ടിൻ ഫോയിഡ്. ഓക്കെ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എടാ മതി പേര് മാറി ഒരുപാടായി. അപ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി കമൻറ്റ് പറഞ്ഞത് കൊണ്ട് മാത്രം കിട്ടിയ ഫിഷാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇല്ല, ആക്ച്വലി ഞാൻ നമ്മളെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. മെഡിസിൻ്റെ ലിസ്റ്റ് തരാം, പിടിച്ച ഫിഷിനെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം മെഡിസിൻസ് തരാം അല്ലേ. പിന്നെ ഇത് ഓരോ അടപ്പ് വീതം വെള്ളം ചേഞ്ച് ചെയ്യുമ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ മെഡിസിൻ മേടിച്ചു. നിധിയുടെ കയ്യിൽ മെഡിസിൻ, കല്ലുപ്പ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഫിഷിനാണ് കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതൊരു ഹാപ്പി വീഡിയോ ആയിട്ട് എൻഡ് ചെയ്യട്ടെ. അത് കുറച്ച് സാഡ് ആവുന്ന കാര്യമാണ്. എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലോ ഒക്കെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഷാർക്കൂട്ടൻ. അവന് ഉടനെ പിടിക്കേണ്ട നിധി. യെസ്, ഇവനെ ഉടനെ നമ്മൾ പിടിക്കും കേട്ടോ. നമ്മൾ ടിൻ ഫോയിഡ് ഇതേ പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്ന അവനാണ് കേട്ടോ. ഇതേ പോകുന്നു. ഓക്കെ. അപ്പോൾ കാർത്തു പൊട്ടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോരുത്തരായിട്ട് റിലീസ് ചെയ്യാം. നിധിക്കും കാർത്തൂനും ഈ ഫിഷസിനെ കണ്ടിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആദ്യം വിട്ട ഫിഷ്. എനിക്ക് രണ്ടുപേർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങൾക്ക്. അപ്പം നിധി എന്നെ ഫസ്റ്റ് റിലീസ് ചെയ്യട്ടെ. നിധി നമ്മളെ ഒരു ഫിഷിനെ വെച്ചെടുക്കുന്നത്. ഓ, കറക്റ്റായിട്ട് പിടിച്ചെടുത്തല്ലോ. നമ്മളെ വെയിൽ ടെയിലാണ് കേട്ടോ നിധി.
അടിപൊളിയായിട്ടില്ലേ? ഓക്കെ കേട്ടോ, പോട്ടെ. ഓക്കെ, അവനും പോയി. അടുത്തത്. ഓക്കെ, ദേ അടുത്ത ആളെ. ഓ ദേ, ഓ നൈസ്, പയ്യെ വിട്ട്. ഓ പോയി. അടിപൊളി. കാർത്തൂനെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കുകയാണ്. ടിൻഫോയിഡറെ ഞാൻ വിട്ടേക്കാം. കാർത്തു ഒരാളെ റിലീസ് ചെയ്യണേ. നൈസ്, പോട്ടെ. അവൻ തിരിഞ്ഞാണോ പോകുന്നത്? ഷാർക്ക് നോക്കിക്കേ, സൂപ്പർ അല്ലേ? അപ്പോൾ അതെ, കാർത്തു നമ്മൾ അടുത്ത ആളെ അങ്ങ് വിടയാണേ. പോണേ. അടിപൊളി. ആക്ച്വലി രാത്രി ആയപ്പോഴേ അടിഭാഗം വരെ കാണാം കേട്ടോ, അത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ ഫിൽട്ടർ സിസ്റ്റം കുറേ സെറ്റ് ചെയ്യണം, അതേ പോകുന്നു. അതെ, നമ്മളെ ഫൈനലായിട്ടുള്ള ആളെ ഞാൻ പിടിക്കുകയാണ്. ഒരാളെ ഉള്ളതുകൊണ്ട് പിടിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. കിട്ടി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നമ്മളെ ഫിഷാണ് കേട്ടോ. ഹാപ്പി ആയിട്ട് പോട്ടെ. ഓക്കെ, വെപ്രാളി ഇതോ പോകുന്നു. ഓ, വെട്ടിച്ചോടിക്കളഞ്ഞ്. ഇന്ന് മുതൽ നമ്മളെ ഫിഷിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ്. അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ എടുക്കും, വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. കാരണം ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാൻ രക്ഷപ്പെടില്ലെന്ന്. രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാം കേട്ടോ, എന്തൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്ന്. നമ്മുടെ കോക്കൂസൊക്കെ കയറിയിരിക്കുന്ന നോക്കിക്കേ, നമ്മൾ ആഫ്രിക്കൻസിൻ്റെ കൂടെ. നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഭയങ്കര ബഹളമാണ്, എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. പണ്ട് ഇവരായിരുന്നു രണ്ടുപേരായിരുന്നു ബഹളം. ഇപ്പോൾ ഇവരെ നിർത്തിച്ചപ്പോൾ അതെ ഇവരായി ബഹളം. ഇവരെ നിർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നിർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അതുവരെ ബൈ. രണ്ടുപേർക്കും ബൈ.